ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്കൊന്നിച്ച് ദൈവവചന പഠനത്തിനായിട്ട് ഒരിക്കൽ കൂടി പല സ്ഥലങ്ങളിൽ നിന്നും കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന ഈ സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാം ഓർത്തതുപോലെ നാം ഈ നാളുകളിൽ റോമാലേഖനത്തിൽ നിന്നും ചില ചിന്തകൾ ഒന്നിച്ച് പങ്കിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നാം ഒന്നിച്ചായിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിയ ജോർജ് ഉച്ചൻ ഓർപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് റോമാലേഖനത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ മുഖവുരയിൽ നിന്നും ചില വാക്യങ്ങൾ എടുത്ത് അതേക്കുറിച്ചുള്ള ചില സത്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഈ റോമാലേഖനത്തിന്റെ പശ്ചാത്തലവും നാം അല്പം കാണുകയുണ്ടായി. സുവിശേഷത്തെക്കുറിച്ച് നാം ശ്രദ്ധിച്ചത് ആ വാക്കിന്റെ അർത്ഥവും പല പ്രായോഗികത ഉണ്ടായിരുന്നതിനെ കുറിച്ചും ഒക്കെ നാം ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷം ആ ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്നും വാക്യങ്ങളിൽ നിന്നും അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നും തൻ്റെ പുത്രനെ കുറിച്ചുള്ളതാണെന്നും മാത്രമല്ലത് പൂർവ്വകാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ നിയമ തിരുവെഴുത്തുകളിൽ അല്ല, അതിനു മുൻപ് കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വാഗ്ദത്തം ചെയ്തതായിരുന്നുവെന്നും അത് ഇന്ന് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുകയുണ്ടായി. ആ ഭാഗങ്ങളൊക്കെ ആദ്യത്തെ നാം ചിന്തിച്ച ആ ഭാഗങ്ങളൊക്കെ കൂടുതൽ ആഴത്തിൽ പോകാവുന്നതാണ്. എന്നാൽ നാം അങ്ങനെ ദീർഘമായിട്ടുള്ളൊരു പഠനമല്ലല്ലോ നാം ആഗ്രഹിക്കുന്നത്. നാം കേവലം അത്യാവശ്യമായി നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നാം പഠിക്കുവാൻ ഉത്സാഹം വരത്തക്കവണ്ണം ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക മാത്രമാണ് ഈ ക്ലാസ്സുകളിൽ ചെയ്യുന്നത്. ആ നിലയിലാണ് തുടർന്നുള്ള കാര്യങ്ങളും നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നാം ചിന്തിക്കുന്നതൊക്കെയും നമുക്ക് പ്രയോജനകരമായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ വേറൊരു സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. എൻ്റെ ശബ്ദം ക്ലിയർ ആയിട്ട് വരുന്നുവെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഹാങ് ചെയ്യുകയോ നെറ്റ് ശരിയല്ലാതെ ഇരിക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡിവൈസ് മാറി വേറൊരു ഡിവൈസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജോർജ് ചാനോ വല്ലോ ഒന്ന് പറയണം. ശബ്ദം ക്ലിയർ ആയിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം ക്ലിയർ, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ. ഇന്ന് ഈ റോമാലേഖനത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നിന്നും ചില സത്യങ്ങളാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 3 അധ്യായങ്ങളിൽ നിന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾ അല്ലെങ്കിൽ 1-ാം അധ്യായം, കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ 1-ാം അധ്യായം 19-ാം വാക്യം മുതൽ അല്ലെങ്കിൽ 18-ാം വാക്യം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. 18, 19 എന്ന് വേണമെങ്കിൽ പറയാം. വാക്യം മുതൽ ഏതാണ്ട് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വരെ നാം നോക്കുമ്പോൾ സകല ലോകവും പാപത്തിന് കീഴ് ആണ് എന്നുള്ള കാര്യം പൗലോസ് തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ മാനവജാതിയുടെ പാപാവസ്ഥയെ താൻ നമ്മുടെ മുൻപാകെ കൊണ്ടുവരികയാണ്. സിൻഫുൾനെസ് ഓഫ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ പാപാവസ്ഥ, എല്ലാവരും പാപികൾ എന്നുള്ള കാര്യം ഈ ഭാഗത്ത് താൻ തെളിയിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ റോമാലേഖനത്തിൽ പ്രധാനമായിട്ടും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം ചെയ്ത ആ രക്ഷണ്യ വേലയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മഹത്വം മാത്രമല്ല, നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ മഹത്വം നാം വീണ്ടും വണ്ണം മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ച അവസ്ഥയിലായിരുന്നു എന്നുള്ളത് നാം ഓർക്കുവാൻ അറിയുവാൻ ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന്റെ വലിപ്പം നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവൻ നമുക്ക് പ്രദാനം ചെയ്ത ഈ വലിയ രക്ഷയുടെ വലിപ്പം നാം മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ക്രിസ്തു മുഖാന്തരം ദൈവം, പിതാവായ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് മനുഷ്യന്റെ പാപാവസ്ഥ പൗലോസ് വ്യക്തമാക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ 1-ാം അധ്യായം 19-ാം വാക്യം മുതൽ 18 എന്നും പറയാം. 18-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വരെ നമുക്ക് ആ കാര്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഭാഗം ഒരു ക്ലാസ്സിൽ ദീർഘമായി പോകുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു ഐഡിയ നമുക്കത് കിട്ടത്തക്കവണ്ണം
മാത്രമല്ല പാപത്തെക്കുറിച്ച് തക്കവണ്ണം ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ വേദഭാഗം ഒന്ന് കണ്ണോടിക്കാം. 1-ാം അധ്യായത്തിലേക്ക് വരിക. 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം മുതൽ ഒടുവ് വരുന്ന വായിക്കുമ്പോ അതായത് 32-ാം വാക്യം വരുന്ന വായിക്കുമ്പോ ഇവിടെ ജാതികളുടെ പാപാവസ്ഥയാണ് നമ്മുടെ മുൻപാകെ കൊണ്ടുവരുന്നത്. ജാതികൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരല്ലാത്തവർ, അവർ എല്ലാവരും പാപികൾ എന്നുള്ള കാര്യം അവിടെ താൻ തെളിയിക്കുന്നതായി നാം കാണുന്നുണ്ട്. നാം ആ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ദൈവം അവ വെളിവാക്കിയിരിക്കുന്നു. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ദൈവം അവർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തിയെങ്കിലും അവർ എങ്ങനെ പ്രതികരിച്ചു? അവർ മൂഢരായി പോയി. അത് നാം 22-ാം വാക്യത്തിൽ കാണുന്നു. മാത്രമല്ല, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശമായി മാറ്റിക്കളഞ്ഞു. ഇത് ജാതികളെ കുറിച്ചാണ്, യഹൂദനെ കുറിച്ചല്ല. അപ്പോൾ ആ ഭാഗം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ അതിന്റെ അവസാനം വരെയും ജാതികൾ അല്ലെങ്കിൽ യഹൂദന്മാരല്ലാത്തവർ അവർ പാപികളാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയ, ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ആവർത്തിച്ച് നാം കാണും. ഇനിയും 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പറയുന്നത് സന്മാർഗികളായിട്ടുള്ളവരെ കുറിച്ചാണ്. ഒരു സന്മാർഗ ജീവിതം അവകാശപ്പെടുന്നു. 1-ാം വാക്യം ആരംഭിക്കുന്നത് നോക്കുക. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. അന്യനെ വിധിക്കുന്ന നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ തന്നെ അത് പ്രവർത്തിക്കുന്നുവല്ലോ. ഇവിടെ ജാതികളാവാം, യഹൂദന്മാരാവാം, ആരുമാവട്ടെ, പ്രധാനമായിട്ടും ജാതികളാണ്. അവരിൽ സന്മാർഗ ജീവിതം ജീവിച്ച് അവർ വിശുദ്ധരാണ്, നീതിമാന്മാരാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. തങ്ങളെ തന്നെ ആ നീതിയിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ ജാതികളുടെ കൂട്ടത്തിലും അങ്ങനെ അനവധി പേരുണ്ടല്ലോ. അവർ സന്മാർഗ ജീവിതം, മോറൽ ലൈഫ്, ധാർമ്മിക ജീവിതം ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരാ. അതുകൊണ്ട് അവർക്ക് സുവിശേഷത്തെക്കുറിച്ച് ആവശ്യമില്ല. അവർ മറ്റുള്ളവരെ വിധിക്കുന്നവരാ, ജാതികളെപ്പോലും അവർ വിധിക്കുന്നവരാ. അങ്ങനെയുള്ള അനവധി പേരുണ്ട്. അവരെക്കുറിച്ചാണ് 2-ാം അധ്യായം 1 മുതൽ 16-ാം വാക്യം വരെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ജാതികൾ, രണ്ടാമത് സന്മാർഗികൾ, മൂന്നാമത് 2-ാം അധ്യായം 17-ാം വാക്യം നോക്കുക, മറ്റൊരു കൂട്ടരെ താൻ അഭിസംബോധന ചെയ്യുകയാണ്. ഇവിടെ ആരെയാണ് നാം കാണുന്നത്? 17-ാം വാക്യം, നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും തുടങ്ങി പല കാര്യങ്ങൾ നാം കാണുന്നു. ഇത് യഹൂദന്മാരെ കുറിച്ചാണ്. പ്രാരംഭത്തിൽ തന്നെ നീയോ യഹൂദൻ എന്നുള്ള പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദന്മാരെ കുറിച്ചാണ്. അപ്പോൾ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരെയും അവരെ കുറിച്ചാണ് പറയുന്നത്, യഹൂദന്മാരെ കുറിച്ച്. എന്താണ് അവിടെയും പറയുന്നത്? ന്യായപ്രമാണമൊക്കെ അവർക്ക് കിട്ടി. അവർക്ക് പിതാക്കന്മാരുണ്ട്. യഹോവ അവരുടേതെന്ന്, യഹോവയുടെ അവർ ജനമെന്നും യഹോവ അവരുടെ ദൈവമാണെന്നും ഒക്കെ അവർ അവകാശപ്പെടുന്നു. എന്നാ ജാതികളെക്കാളും ഒട്ടും മെച്ചമല്ല എന്നുള്ള കാര്യമാണ് അവിടെ പൗലോസ് തെളിയിക്കുന്നത്. അത് 3-ാം അധ്യായം 8-ാം വാക്യം വരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായം 18 മുതൽ 32 വരെ ജാതികൾ പാപികൾ. 2-ാം അധ്യായം 1 മുതൽ 16 വരെ സന്മാർഗികൾ, സന്മാർഗിക ജീവിതം ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ, അവരും പാപികൾ. പിന്നീട് 2-ാം അധ്യായം 17 മുതൽ 3-ാം അധ്യായം 8 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാർ പാപികൾ. പിന്നെ 3-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ആദ്യ ഭാഗത്തിന്റെ അല്ലെങ്കിൽ റോമാലേഖനത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ ഉപസംഹാരമാണ്.
ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. ആ ഭാഗം, ആ ഉപസംഹാരം അല്പം കൂടി നാം ചിന്തിക്കും. എന്നാൽ അതിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇപ്പൊ നാം ഓർക്കുകയുണ്ടായി, 3 കൂട്ടരെയാണ് പൗലോസ് അഭിസംബോധന ചെയ്യുന്നത്. ആ 3 കൂട്ടരെ കുറിച്ചാണ് താൻ പറയുന്നത്. ആരൊക്കെയാണവർ? 1 ജാതികൾ, 2 സന്മാർഗികൾ, 3 യഹൂദന്മാർ. നാം അത് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ ക്രൂശിങ്കിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുക. ആ ക്രൂശിലേക്ക് കർത്താവ് ക്രൂശിക്കപ്പെട്ടു. പീലാത്തോസ് അവന്റെ ആ തലയ്ക്ക് മുകളിലായിട്ട് ക്രൂശിൽ ഒരു എഴുത്തും എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. നമുക്കറിയാം, അത് സുവിശേഷങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ 19, 20 19-ാം അധ്യായം 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതേതൊക്കെ ഭാഷയിൽ എഴുതിയിരുന്നു എന്നും നമ്മോട് പറയുന്നുണ്ട്. ഏതൊക്കെ ഭാഷയിൽ എഴുതിയിരുന്നു? 1 യവന ഭാഷ, അത് ജാതികളുടെ ഭാഷയാണ്. 2 ലാറ്റിൻ ഭാഷ അല്ലെങ്കിൽ റോമക്കാരുടെ ഭാഷ. 3 എബ്രായ അല്ലെങ്കിൽ ആരാമ്യ ഭാഷ, അത് യഹൂദന്മാരുടെ ഭാഷയാണ്. അപ്പോൾ ആ 3 ഭാഷയിലും ആ ലിഖിതം ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് യവന ഭാഷ, ഗ്രേക്ക് ഭാഷ. ഗ്രേക്കർ സാൻമാർഗിക ജീവിതത്തെക്കുറിച്ച് വളരെ അഭിമാനം കൊള്ളുന്നവരായിരുന്നു. അവരുടെ തത്വജ്ഞാനങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യന്റെ ആത്മാവ് തുടങ്ങിയവയുടെ ആസ്തിക്യമൊക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന തത്വജ്ഞാനങ്ങളൊക്കെ ആയിരുന്നു. മാത്രമല്ല, ഏറ്റവും പൂർണ്ണതയുള്ള മനുഷ്യനെ അവരുടെ തത്വജ്ഞാനത്തിലൂടെ അവർ അന്വേഷിച്ചു പോന്നു. അപ്പോൾ സാൻമാർഗിക ജീവിതം അവർ ലക്ഷ്യമാക്കിയവരായിരുന്നു അവരുടെ തത്വജ്ഞാനത്തിലൂടെ. ഗ്രേക്കർ. രണ്ടാമത് ഞാൻ പറഞ്ഞത് റോമക്കാർ, ലത്തീൻ ഭാഷ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിലും അത് എഴുതിയിരുന്നു. ലാറ്റിൻ ഭാഷയിൽ അത് എഴുതിയിരുന്നു എന്ന് പറയുമ്പോൾ അത് റോമക്കാരുടെ ഭാഷയാണ്. റോമക്കാരായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് വേണമെങ്കിൽ ആ സകല ജാതികളുടെയും ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ സകല ജാതികളുടെയും ഭാഷയായിരുന്ന അല്ലെങ്കിൽ ജാതികളിൽ പ്രമുഖരായിരുന്ന, അക്കാലത്ത് പ്രമുഖരായിരുന്ന ആ റോമക്കാരുടെ ഭാഷയിലും അത് എഴുതിയിരുന്നു. അത് കൂടാതെ ആരാമ്യ ഭാഷ, എബ്രായ ഭാഷയുമായിട്ട് ബന്ധമുള്ളതാണല്ലോ ആരാമ്യ ഭാഷ, യഹൂദന്മാരുടെ ഭാഷയിലും അത് എഴുതിയിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പൗലോസ് ഈ റോമാലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ഈ 3 കൂട്ടരും പാപികളെന്ന് താൻ തെളിയിക്കുന്നു. ആരൊക്കെ? ജാതികൾ, സന്മാർഗികൾ, യഹൂദന്മാർ. ക്രൂശിന്റെ മുകളിലേക്ക് നോക്കിയാൽ ഈ 3 ഭാഷയിലുമുള്ള ലിഖിതം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്താണത് ഓർപ്പിക്കുന്നത്? ഈ 3 കൂട്ടരും പാപികളെങ്കിൽ ആ ക്രൂശിൽ തൂങ്ങുന്നവൻ ഇവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിന്റെ മുകളിലേക്ക് നോക്കിയാൽ സകല ലോകത്തിനും വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ 3 ഭാഗങ്ങൾക്കും വേണ്ടിയുള്ള വാർത്ത അവിടെ കാണാൻ സാധിക്കുന്നു. ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇവർക്കെല്ലാവർക്കും പര്യാപ്തനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ അവിടെ വിട്ട് നാം മുൻപോട്ട് പോകാം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ ആ ഒടുവ് അല്ലെങ്കിൽ കൺക്ലൂഷൻ, ഉപസംഹാര ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്ത് പറഞ്ഞാണ് താൻ ഉപസംഹരിക്കുന്നത്? 3-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ആ ഉപസംഹാരമായി നമുക്ക് ചിന്തിക്കാവുന്നത്. 9-ാം വാക്യത്തിൽ നാം കാണുന്ന, ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴിലാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. ഇനിയും 10-ാം വാക്യം മുതൽ നോക്കുക. 10-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ. ഈ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാനതൊന്ന് ഓടിച്ചു വായിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവൻ ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല.
അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഉദ്ധരിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും, എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നുള്ള ആ പ്രയോഗം നോക്കിയാൽ. എന്നാൽ പഴയ നിയമത്തിൽ ഏതാണ്ട് 7 ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. 7 ഭാഗങ്ങളിൽ നിന്നും നാം ആ ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ അതിൻ്റെ 10-ാം വാക്യം 10, 11 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ സഭാപ്രസംഗി 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. 12-ാം വാക്യം നോക്കുമ്പോൾ 14-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. 13-ാം വാക്യത്തിൽ 5-ാം സങ്കീർത്തനം 9-ാം വാക്യം, 140-ാം സങ്കീർത്തനം 3-ാം വാക്യം തുടങ്ങിയവയുടെ ഉദ്ധരണിയാണ്. 14-ാം വാക്യം 10-ാം സങ്കീർത്തനത്തിന്റെ ഉദ്ധരണിയാണ്. അതുപോലെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ യെശയ്യാവ് 59, 7, 8 വാക്യങ്ങളുടെ ഉദ്ധരണിയാണ്. 18-ാം വാക്യം 36-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ആ ഉദ്ധരണി എന്ന് പറയുമ്പോൾ അവിടെ കാണുന്ന വാക്യം അതുപോലെ ഉദ്ധരിച്ചിരിക്കുകയല്ല, അതിന്റെ സാരം നൽകിയിരിക്കുക. എന്നാൽ 7 ഭാഗങ്ങളിൽ നിന്നുള്ള സാരം നാം കാണുന്നുണ്ട്. 7 പൂർണ്ണതയെ കാണിക്കുന്നതാണ്. ആ 7 പൂർണ്ണതയെ കാണിക്കുന്നതാണ്. ഈ ഭാഗം നാം നോക്കിയാൽ സകലരും പാപികൾ എന്നുള്ള കാര്യം ഇതിൽ കൂടി വ്യക്തമാക്കുകയാണ്. നാം ഈ ഭാഗം നോക്കുമ്പോൾ ഇവിടെ ഉദ്ധരണിയുള്ളത് സങ്കീർത്തനങ്ങളിൽ നിന്നുണ്ട്, സഭാപ്രസംഗിയിൽ നിന്നുണ്ട്, യെശയ്യാ പ്രവചനത്തിൽ നിന്നുമുണ്ട്. മറ്റൊന്ന്, നാം ഈ ഉദ്ധരണികൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ ഉദ്ധരണികൾ, 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ ഉദ്ധരണികൾ നോക്കിയാൽ പാപത്തിന്റെ സാർവലൗകികത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും പാപികൾ. പാപത്തിന്റെ സാർവലൗകികത എങ്ങനെയാണ് നാം കാണുന്നത്? ആരുമില്ല, ആ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ നാം കാണുന്നുണ്ട്. സകലരും പാപികൾ, പാപത്തിന്റെ സർവലൗകികത. വാക്യങ്ങൾ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, യൂണിവേഴ്സാലിറ്റി. എന്നാൽ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കിയാൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പാപത്തിന്റെ സമ്പൂർണതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സകലരും പാപികൾ എന്ന് പറഞ്ഞതിന് ശേഷം പാപത്തിന്റെ പൂർത്തി സകലരിലും എന്നുള്ളത് താൻ ചില ഉദ്ധരണികളിലൂടെ തെളിയിക്കുകയാണ്. പാപത്തിന്റെ സമ്പൂർണത അല്ലെങ്കിൽ പൂർണ്ണത, പൂർണ്ണമായി പാപികൾ. ആരംഭം നാം നോക്കുമ്പോൾ, അതായത് 13, 14 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ വാക്കുകളിൽ നാം പാപികളായി തീർന്നു. എന്താണ് അവിടെ നാം കാണുന്നത്? 13, 14 വാക്യങ്ങൾ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. തുറന്ന ശവക്കുഴി എന്ന് പറയുമ്പോൾ ശവക്കുഴി മനസ്സിൽ കാണുക, ഒരു കല്ലറ മനസ്സിൽ കാണുക, അതിന്റെ ഒരു കോണ് എവിടെയെങ്കിലും ഒന്ന് തുറന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. എത്ര വലിയ ദുർഗന്ധം അതിൽ നിന്നും വമിക്കും. അങ്ങനെയുള്ള ആ ശവക്കുഴിയാണ് ഇവിടെ വായിക്ക് അല്ലെങ്കിൽ ചിലരുടെ സംസാരത്തിന് ലേഖകൻ ഇവിടെ കൊണ്ടുവരുന്ന ഉദ്ധരണി. വാക്കുകൾ, അവരുടെ തൊണ്ട തുറന്ന് ശവക്കുഴി, നാവുകൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴിൽ, വായിൽ ശാപം, കയ്പ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അവിടെ നാം കാണുന്നു. വാക്കിൽ തെറ്റി അല്ലെങ്കിൽ വാക്കിൽ പാപികൾ. അത് മാത്രമല്ല, രണ്ടാമതായിട്ട് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അവരുടെ പ്രവൃത്തികളെ കുറിച്ചാണ് നാം കാണുന്നത്. അവരുടെ വഴി എന്താ അവിടെ നാം കാണുന്നത്? അവരുടെ കാൽ രക്തം ചൊരിവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അവരുടെ വഴികൾ, അവരുടെ പ്രവൃത്തികളാണ് നാം കാണുന്നത്. ആദ്യം അവരുടെ വാക്കുകൾ, മാത്രമല്ല പിന്നീട് അവരുടെ പ്രവൃത്തികൾ, ഒടുവിലോ 18-ാം വാക്യത്തിലോ അവരുടെ മനോഭാവം. അവരുടെ മനോഭാവം എവിടെയാണ് അതെന്താണ് നാം കാണുന്നത്? അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് വെച്ചാൽ ദൈവഭയമില്ലാത്ത ജീവിതം. അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ,
അവരുടെ മനോഭാവം. എന്തിനാണിത് പറയുന്നത്? അവർ പൂർണ്ണമായി പാപികൾ. സാർവലൗകികമായി ഉള്ള പാപാവസ്ഥ അത് തന്നെയുമല്ല, പാപത്തിന്റെ പൂർണ്ണത, ആ ടോട്ടാലിറ്റി ഓഫ് സിൻ, യൂണിവേഴ്സാലിറ്റി ആൻഡ് ടോട്ടാലിറ്റി, ഈ കാര്യത്തെയാണ് ഈ ഉദ്ധരണികളിലൂടെ പൗലോസ് വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചത് ഈ ആദ്യത്തെ ഭാഗത്ത് 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാവരും പാപികൾ എന്നുള്ള കാര്യം താൻ വളരെ വ്യക്തമായി തെളിയിക്കുകയാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ പാപാവസ്ഥ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ വലിപ്പവും ആ രക്ഷ നമുക്ക് നൽകിയ ദൈവത്തോടുള്ള നന്ദിയും നമുക്കുണ്ടാവുകയും, നാം ഏതവസ്ഥയിലായിരുന്നു, എവിടെ നിന്നാണ് നമ്മെ ഉദ്ധരിച്ചത്, എന്താണ് മനുഷ്യന്റെ അവസ്ഥ, പാപത്തിന്റെ സർവലൗകികത, പാപത്തിന്റെ പൂർണ്ണത, ഇത് നാം മനസ്സിലാക്കണം. ഈ കാര്യമാണ് ഇവിടെ നമ്മുടെ മുൻപാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. നാം ഒരു കാര്യം ഓർക്കേണ്ടത്, പാപമാണ് ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത്, പാപഭാരം. നാം പരദേശ മോക്ഷയാത്ര വായിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത്, ആ പരദേശ മോക്ഷയാത്ര എന്ന് പറയുന്നത് ക്രിസ്ത്യാനി എന്നുള്ള ഒരു വ്യക്തിയുടെ യാത്രയാണ്. ആ യാത്ര ക്രിസ്തീയ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ ഒരു സദൃശമാണ്. ആ നിലയിലാണ് ജോൺ ബെനിയൻ ആ പിൽഗ്രിംസ് പ്രോഗ്രസ് അല്ലെങ്കിൽ പരദേശ മോക്ഷയാത്ര എന്നുള്ള ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. നിങ്ങളിൽ മിക്കവരും വായിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. മനോഹരമായിട്ടുള്ള ഒരു ബുക്കാണ്. ആ ക്രിസ്ത്യാനി എന്നാണ് അതിലെ വ്യക്തിയുടെ, പ്രധാന വ്യക്തിയുടെ പേര്. തന്നെ ആ ആരംഭ താളുകളിൽ നാം നോക്കുമ്പോൾ, ആ പുസ്തകത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ നാം നോക്കുമ്പോൾ വലിയൊരു ഭാരവും വെച്ചുകൊണ്ട് താൻ ഓടുന്ന കാര്യമാണ് നാം കാണുന്നത്. താൻ തന്റെ വീട് വിട്ട്, നാട് വിട്ട് ഓടുകയാണ്. അപ്പൊ ആരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ ഓടുന്നത്? ആ കുടുംബവും വീടും അതുപോലെ നാടും എല്ലാം വിട്ട് എവിടെ ഓടുകയാ? എന്താണ് ഇങ്ങനെ ഓടുന്നത്? നാം അവനെ നോക്കുമ്പോ അവന്റെ പുറകിലുള്ള അവന്റെ മുതുകിനുള്ള വലിയൊരു ഭാരത്തിലേക്ക് അവൻ വിരൽ ചൂണ്ടുകയാണ്. ഞാൻ ഓടാൻ കാരണം ഇതാണ്. ഒരു സ്ഥലത്ത് ചെന്നാൽ ഇതിൽ നിന്നുള്ളൊരു വിമുക്തി എനിക്ക് ലഭിക്കുമെന്ന് എന്നോട് ആരോ പറഞ്ഞു. ഞാൻ അവിടേക്ക് പോവുകയാണ്. അവസാനം താൻ ആ ഭാരത്തിൽ നിന്നും വിമുക്തി പ്രാപിക്കുന്നതൊക്കെ നാം കാണുന്നുണ്ട്. അത് രക്ഷിക്കപ്പെടുന്നതിന്റെ സദൃശമാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഓർപ്പിച്ചത് ഇതാണ്, ആ വ്യക്തി ആ ഭാരത്തിന്റെ കീഴിൽ ഞെരുങ്ങുകയാണ്. വാസ്തവമായ പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തിയാൽ, ആ വാസ്തവത്തിൽ ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട ആ അണ്ടർസ്റ്റാൻഡിങ്, ആ ബോധം നമുക്ക് നൽകുമ്പോൾ പാപഭാരം വലിയ ഭാരമായി നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരും. അതാണ് ഞാൻ ഓർപ്പിച്ചത്. പാപഭാരമാണ് ഏറ്റവും വലിയ ഭാരം. ആ പാപഭാരത്തിന്റെ കീഴിലാണ് സകലരും എന്നുള്ള കാര്യമാണ് ഇവിടെ അപ്പോസ്തലൻ വിവരിക്കുന്നതായി, തെളിയിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജാതിയും സന്മാർഗിയും യഹൂദനും സകലരും പാപത്തിന് കീഴിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, മനോഭാവത്തിൽ തന്നെയുമല്ല ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ. ഇത് നാം ചിന്തിക്കുമ്പോൾ എന്താ പാപം എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. എന്താ പാപം? പാപം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ നാം സുവിശേഷത്തിന്റെ അർത്ഥമൊക്കെ ഓർക്കുകയുണ്ടായി. അതുപോലെ പാപത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നാം ഓർത്തിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പാപം എന്നുള്ള വാക്കിന്റെ അർത്ഥം നാം മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം നാം അറിയുവാൻ ആവശ്യമുണ്ട്. ഗ്രീക്ക് വാക്ക്, പാപത്തിനുള്ള ഗ്രീക്ക് വാക്ക് ഹമർട്ടിയ എന്നാണ്. ആ വാക്ക് ഓർത്തിരിക്കുവാനായിട്ട് ആവശ്യമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പ്രാധാന്യമുള്ളതല്ല. എന്നാൽ ആ വാക്കിന്റെ അർത്ഥം ഞാനിപ്പോൾ ഓർപ്പിച്ചത് ഗ്രീക്ക് ഭാഷയില്ല, എബ്രായ ഭാഷയിൽ അതിന് തുല്യമായിട്ടുള്ള വാക്കുണ്ട്. ആ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനും ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനും അർത്ഥം ഒന്നാണ്. ആ അർത്ഥം എന്ന് പറയുന്നത് ഉന്നം പിഴയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ലക്ഷ്യം തെറ്റുക, ഉന്നം പിഴയ്ക്കുക. സാധാരണ അതിനെ വിശദീകരിക്കുന്നത് വേട്ടക്കാരന്റെ വാക്ക് എന്നാണ്. വേട്ടക്കാരന്റെ വാക്ക്. പാപം
എന്ന വാക്കിനെ ഞാൻ വിശദീകരിക്കുകയാണ്, അതിന്റെ അർത്ഥം പറയുകയാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഉന്നം പിഴയ്ക്കുക എന്ന്, ലക്ഷ്യം തെറ്റുക എന്ന്. അപ്പോ അത് വേട്ടക്കാരന്റെ വാക്കെന്ന് പറയുമ്പോൾ അതിങ്ങനെ വിശദീകരിക്കുക. ഒരു വേട്ടക്കാരൻ തന്റെ അമ്പും വില്ലും ഒക്കെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് മൃഗങ്ങളെ തേടി പോകുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷിയെ തേടി പോകുന്നു എന്ന് വിചാരിക്കുക. താൻ പക്ഷിയെ, തനിക്ക് വേണ്ട മൃഗത്തെ താൻ കാണുന്നു, തന്റെ വില്ലെടുത്ത് താന് അമ്പ് കോർത്ത് അത് എയ്യുന്നു. ആ അമ്പ് എയ്യുമ്പോ അമ്പ് എവിടേക്ക് എയ്തുവോ അവിടേക്ക് ചെല്ലാതെ മറ്റെവിടെയെങ്കിലും പോയി കൊള്ളുന്നു എന്ന് വിചാരിക്കുക. അതിനെയാണ് ആ ഉന്നം തെറ്റുക എന്ന് പറയുന്നത്, ലക്ഷ്യം തെറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ അമ്പ് ലക്ഷ്യം തെറ്റി പോകുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണിത്, അമർത്തിയ, പാപം. അപ്പോ പാപം എന്ന് വെച്ചാൽ ഉന്നം പിഴയ്ക്കുക എന്ന അർത്ഥം, ലക്ഷ്യം തെറ്റുക എന്ന അർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇത്? ദൈവം നമ്മെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ആദം ഹവ്വമാരെ ദൈവം സൃഷ്ടിച്ചു, ഏദനിലാക്കി. അവരെ സൃഷ്ടിച്ചപ്പോ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു ഉന്നമുണ്ടായിരുന്നു. എന്നാൽ ആ ലക്ഷ്യം തെറ്റി, ആ ലക്ഷ്യം തെറ്റി. എങ്ങനെ ലക്ഷ്യം തെറ്റി? ആദ്യ പാപം നിമിത്തം. ആ കാര്യം മനസ്സിലാക്കണമെങ്കിൽ, കുറെ കൂടെ മനസ്സിലാക്കണമെങ്കിൽ 3-ാം അധ്യായം 23-ാം വാക്യം നാം വായിക്കുവാൻ ആവശ്യമുണ്ട്. ആ റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം നമുക്കെല്ലാം കാണാതറിയാത്ത വാക്യമാണ്. എന്താണത്? ഒരു വ്യത്യാസവുമില്ല. എന്ത്? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്തില്ലാത്തവരായി തീർന്നു? ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പോ അത് പറയുമ്പോ എന്തായിരുന്നു ലക്ഷ്യമെന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായിരുന്നു ലക്ഷ്യം? ദൈവ തേജസ്, ദൈവമഹത്വം. തേജസ്സും മഹത്വവും ഒരേ വാക്കാ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വാക്കാ, ഒരേ അർത്ഥമാണ് അതിനുള്ളത്. ദൈവമഹത്വം എന്ന് വെച്ചാൽ ദൈവ തേജസ്, ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവമഹത്വം. അപ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഞാൻ ഓർപ്പിച്ചു, പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക. അപ്പോൾ ആ വാക്യത്തിൽ നാം കാണുന്നത് എന്തില്ലാത്തവരായി തീർന്നു? എന്തിൽ നിന്നും അവർ ലക്ഷ്യം അന്യം പോയി? ദൈവ തേജസ്സിൽ നിന്ന്, ദൈവമഹത്വത്തിൽ നിന്ന്. ഇനി ഇത് വേണ്ടുവണ്ണം മനസ്സിലാക്കണമെങ്കിൽ തേജസ് അല്ലെങ്കിൽ മഹത്വം എന്ന വാക്കിന്റെ അർത്ഥം നാം മനസ്സിലാക്കണം. നാം വചനത്തിലേക്ക് നോക്കുമ്പോൾ തേജസ് അല്ലെങ്കിൽ മഹത്വത്തിന് 4 അർത്ഥങ്ങളുണ്ട്. മഹത്വത്തിന് 4 അർത്ഥങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പ്രകാശം എന്നതിന് അർത്ഥമുണ്ട്, വെളിച്ചം, പ്രകാശം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 41-ാം വാക്യം നോക്കുമ്പോൾ സൂര്യന്റെ തേജസ്, ചന്ദ്രന്റെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ്, നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. അങ്ങനെ ആ വാക്യത്തിൽ തേജസ് എന്നുള്ള വാക്ക് ആവർത്തിച്ച് നാം കാണുന്നു. അവിടെ തേജസ് എന്ന് വെച്ചാൽ വെളിച്ചം, പ്രകാശം, സൂര്യന്റെ പ്രകാശം, അതാണ് സൂര്യന്റെ തേജസ്. അപ്പോ തേജസ്സിനർത്ഥം പ്രകാശം എന്നാണ്. രണ്ടാമത്തെ അർത്ഥം പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അവിടെ മോശ ആ സമാഗമന കൂടാരം ഉണ്ടാക്കി. ആ സമാഗമന കൂടാരം ഉണ്ടാക്കിയതിനു ശേഷം ദൈവകൽപ്പന അനുസരിച്ച് എല്ലാം ചെയ്തതിനു ശേഷം 34-ാം വാക്യം വായിക്കുമ്പോൾ ആ സമാഗമന കൂടാരം തേജസ് കൊണ്ട് നിറയുന്നത് നാം കാണുന്നുണ്ട്. മേഘം കൊണ്ടും തേജസ് കൊണ്ടും നിറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ തേജസ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവിടെ നാം കാണുന്നത് അവന്റെ പ്രകാശമെന്നൊന്നുമല്ല, പിന്നെ ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. അപ്പോൾ തേജസ് എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യമെന്നും അർത്ഥമുണ്ട്. മൂന്നാമതായിട്ട് 19-ാം സങ്കീർത്തനം 1-ാം വാക്യവും അങ്ങനെ പല സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവമഹത്വത്തെക്കുറിച്ചുള്ള പരാമർശം അവിടെ പലയിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കുക, അല്ലെങ്കിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ദൈവം തേജസ് ആകാശത്ത് വെച്ചിരിക്കുന്നു. അവിടെയൊക്കെ തേജസ് അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുമ്പോ
ദൈവത്തിന്റെ സ്തുതിയെ കാണിക്കുന്നതാ, ദൈവത്തിന്റെ പുകഴ്ച. അവന് മഹത്വം കൊടുപ്പിനെന്ന് പറഞ്ഞാൽ അവന് പുകഴ്ച കൊടുക്കുക, അവനെ സ്തുതിക്കുക. അപ്പോൾ പുകഴ്ച, സ്തുതി എന്നും അതിനർത്ഥമുണ്ട്. ഇനി നാലാമത്, യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നാം മഹത്വം എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. ആ 2-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ആദ്യത്തെ അത്ഭുത ക്രിയ ചെയ്യുന്നു. കാനാവിൽ വെച്ച് താൻ വെള്ളം വീഞ്ഞാക്കി. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോ ആ ക്രിയയിലൂടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹത്വം തന്റെ ശിഷ്യന്മാർക്ക് കാട്ടി. അവർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ തന്റെ മഹത്വം അവർക്ക് കാണിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഉടനെ ഒരു പ്രകാശം വന്നെന്നല്ല, ദൈവ സാന്നിധ്യം കാണിച്ചു എന്നല്ല, ദൈവത്തിന്റെ സ്തുതി നൽകി എന്നുള്ള അർത്ഥത്തിലുമല്ല. പിന്നെ അവിടെ ദൈവം തന്റെ മഹത്വം കാണിച്ചു, കർത്താവ് തന്റെ മഹത്വം കാണിച്ചു എന്ന് പറയുമ്പോ തന്റെ യഥാർത്ഥ സ്വഭാവം, താൻ ആരാണെന്ന് താൻ അവർക്ക് കാട്ടിക്കൊടുത്തു. തന്റെ സ്വഭാവത്തെ താൻ വെളിപ്പെടുത്തി. അപ്പോൾ മഹത്വം സ്വഭാവവുമായിട്ടും ബന്ധപ്പെട്ടതാ, അല്ലെങ്കിൽ ദൈവ സ്വഭാവം എന്നതിനർത്ഥമുണ്ട്. 4 അർത്ഥങ്ങളാണ് ഞാനിപ്പോൾ തേജസ് അല്ലെങ്കിൽ മഹത്വത്തിന് നൽകിയതിപ്പോ. ഒന്നാമത് പ്രകാശം, രണ്ടാമത് ദിവ്യ സാന്നിധ്യം, മൂന്നാമത് ദൈവത്തിനുള്ള സ്തുതി, പുകഴ്ച, നാലാമത് ദൈവ സ്വഭാവം. ഇനി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്യത്തിലേക്ക് മടങ്ങി വരാം. റോമർ 3:23 നാം വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് അല്ലെങ്കിൽ ദൈവ മഹത്വമില്ലാത്തവരായി തീർന്നു. അതിൽ നിന്നും അവർ അന്യം പോയി, അതിൽ നിന്നും അവർ ലക്ഷ്യം തെറ്റി. അപ്പോൾ ദൈവ തേജസ്സിൽ നിന്നും അവർ ലക്ഷ്യം തെറ്റി. ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ ദൈവിക ഉദ്ദേശം അവർ ദൈവിക തേജസ്സുള്ളവരായി തീരണമെന്നുള്ളതായിരുന്നു. അവിടെ തേജസ് എന്നുള്ളതിന് എന്താണ് അർത്ഥം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? സ്വഭാവം, ദൈവ സ്വഭാവം. അവർ ദൈവ സ്വഭാവത്തിന് അവർ പങ്കാളികളാകണമെന്നുള്ളതായിരുന്നു ദൈവിക ആഗ്രഹം. എന്നാൽ അവിടെ ഉന്നം തെറ്റി. സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ദൈവം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അവിടെ ആ തോട്ടത്തിന്റെ നടുവിൽ നട്ടത്? ദൈവത്തിന് അറിയില്ലായിരുന്നു, അവൻ സർവജ്ഞാനിയല്ലേ, ഇവർ ഭക്ഷിക്കുമെന്ന് അറിയില്ലായിരുന്നോ, എന്നിട്ടും എന്തിന് അവിടെ അത് നട്ടു? തുടങ്ങിയുള്ള ചോദ്യങ്ങൾ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെയും ഒക്കെ ചിന്തയിൽ അത് മനസ്സിൽ ചിലപ്പോൾ അത് ഒരു ആശങ്ക, ഒരു ചോദ്യമായിട്ട് ചിലപ്പോ വന്നെന്നിരിക്കാം. എന്നാൽ നാം ഒന്ന് ഓർക്കേണ്ടത്, അവർ തിന്ന് പാപികളാകാനല്ല ദൈവം അതവിടെ വെച്ച്, അവരനുസരണം കിട്ട് പോകാനല്ല ദൈവം അതവിടെ വെച്ചത്. അവരനുസരിച്ച് അനുസരണത്തിന്റെ പാതയിലൂടെ അനുഗ്രഹത്തിലേക്ക് വരാന്, അതിനാണ് ആ കൽപ്പന കൊടുത്തത്. കൽപ്പന ഉള്ളിടത്താണ് അനുസരണ കേടുള്ളത്, കൽപ്പന ലംഘനമുള്ളത്. അതുപോലെ തന്നെ കൽപ്പനയുടെ അനുസരണവും കൽപ്പന ഉള്ളിടത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൽപ്പനാ ലംഘനം വേണമെങ്കിൽ കൽപ്പന വേണം, കൽപ്പനയോട് അനുസരണം വേണമെങ്കിൽ കൽപ്പന വേണം. ദൈവം അതിനാണ് ആ കൽപ്പന നൽകിയത്. എന്നാൽ ഈ 2 കാര്യങ്ങളും ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അനുസരണക്കേട്, കൽപ്പനാ ലംഘനവും കൽപ്പനയോടുള്ള അനുസരണവും രണ്ടും മുൻപിൽ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നു. അതെന്തിനു കൊടുത്തു എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചിലർ. അതിന് ഉത്തരം ഇതാണ്: ദൈവം മെഷീനല്ല മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയത്, പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരെയാണ്, തൻ്റെ ആ ഇമേജിലുള്ള ആ മനുഷ്യരെയാണ് താൻ അവിടെ സൃഷ്ടിച്ചതെന്നുള്ള കാര്യം നാം ഓർക്കണം. അങ്ങനെ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നു. അനുസരിക്കേണ്ടതിന് പകരം അവർ അനുസരണക്കേട് തിരഞ്ഞെടുത്തു. അത് നിമിത്തമാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചത് സാധിക്കാതെ പോയി. ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? അവർ ദൈവ തേജസ്സിന് പങ്കാളികളാകണം, അർത്ഥാൽ ദൈവ സ്വഭാവത്തിന് പങ്കാളികളാകണം. വിശുദ്ധിയിൽ അവർ മുൻപോട്ട് വരണം. അനുസരണത്തിന്റെ അനുഗ്രഹം അവർക്കുണ്ടാവണം. സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, വിശുദ്ധി തുടങ്ങിയുള്ള ഗുണങ്ങളാൽ അവർ നിറയണം. സൃഷ്ടികൾക്ക് പകരുവാൻ സാധിക്കുന്ന ദൈവിക ഗുണങ്ങളാൽ അവർ നിറയണം. അങ്ങനെ പർദീസയുടെ അനുഭവം അവർ അനുഭവിക്കണമെന്നുള്ളതായിരുന്നു ദൈവിക ആഗ്രഹം. എന്നാൽ പാമ്പിന്റെ വാക്ക് കേട്ട് അവർ മറ്റേ വഴി തിരിഞ്ഞു, പാമ്പിന്റെ സ്വഭാവമുള്ളവരായി തീർന്നു. മാത്രമല്ല, അവരുടെ ആ ദുഷ്ടതയും പാപവും സ്വർഗത്തോളം എത്തി മനുഷ്യജാതിയെ മുഴുവൻ തുടച്ചു നീക്കുവാൻ ഇടയാകുകയും ചെയ്തു. ഉൽപ്പത്തി 6-ാം അധ്യായം വിശദീകരിക്കുവാൻ സമയമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ദൈവത്തിന്റെ ഉദ്ദേശം അവർ ദൈവ തേജസ്സുള്ളവരായി തീരണമെന്നുള്ളതായിരുന്നു. എന്നാൽ എന്തുണ്ടായി? അവർ അതിലേക്ക് വരുന്നതിന് പകരം ദൈവ തേജസ് എന്നുള്ള ആ വാക്കിന് പ്രയോഗം അർത്ഥം ഞാൻ കൊടുത്തത് ദൈവ സ്വഭാവം എന്നുള്ളതാണ്. അപ്പോൾ ദൈവ സ്വഭാവത്തിന് പങ്കാളികളാകണമെന്നുള്ളതായിരുന്നു ദൈവിക ആഗ്രഹം. എന്നാൽ അവർ അതിൽ നിന്നും ലക്ഷ്യം തെറ്റി. ഞാൻ ലക്ഷ്യം തെറ്റി എന്ന് പറയുമ്പോൾ പാപത്തിന്റെ അർത്ഥം നാം ഓർക്കണം. എന്താ പാപത്തിന്റെ അർത്ഥം? അതിന്റെ മൂലാർത്ഥം ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ലക്ഷ്യം തെറ്റി ദൈവ തേജസ്സിൽ നിന്നും അന്യം പോയി. അല്ലെങ്കിൽ നമ്മ വാക്യത്തിൽ കാണുന്നത് പോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവർ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇംഗ്ലീഷിൽ കാണുന്നത് ദേ കെയിം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എത്തേണ്ടടുത്ത് എത്തിയില്ല, വേറെ വഴി പോയി, ഉന്നം തെറ്റി. അതാണ് മനുഷ്യന്റെ പാപാവസ്ഥ. തിരുവചനം നോക്കുമ്പോൾ ഈ പാപത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. അത് തുറന്ന് വായിക്കുവാൻ നമുക്ക് സമയം പോരാ. സദൃശവാക്യം 14 അധ്യായം 21 വാക്യം നാം വായിക്കുമ്പോ ആ കൂട്ടുകാരനെ നിന്ദിക്കുന്നത് പാപമായി നാം കാണുന്നു. സദൃശവാക്യം 21 അധ്യായം 4 വാക്യം നിഗളം, അഹങ്കാരം, ഇവ പാപമായി നാം കാണുന്നു. സദൃശവാക്യം തന്നെ 24 അധ്യായം 9 വാക്യം നാം നോക്കുമ്പോൾ അവിടെ ദുഷ്ടചിന്ത, ഭോഷത്വമായിട്ടുള്ള ചിന്തകൾ പാപമായി നാം കാണുന്നു. യാക്കോബിന്റെ ലേഖനം 2 അധ്യായം 9 വാക്യം നാം വായിക്കുമ്പോൾ മുഖപക്ഷം പാപമായി നാം കാണുന്നു. യാക്കോബിന്റെ ലേഖനം 4 അധ്യായം 17 വാക്യം നാം വായിക്കുമ്പോൾ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് അതവന് പാപമായി നാം കാണുന്നു. 1 യോഹന്നാൻ 3:4 അധർമ്മം അല്ലെങ്കിൽ കൽപ്പന അനുസരിക്കാത്തത് പാപമായി നാം കാണുന്നു. ലോലെസ്നെസ്. 1 യോഹന്നാൻ 5:17 വാക്യം നാം വായിക്കുമ്പോൾ അനീതി, ആ സകല അനീതിയും പാപമായി നാം കാണുന്നു. ഞാൻ ഇവിടെയും 7 ഭാഗങ്ങളാണ് ഉദ്ധരിച്ചത്. 7 ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളൊക്കെ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്നത് പാപത്തിന്റെ ഉദാഹരണങ്ങൾ നൽകാനാണ്. എന്താ ഉദാഹരണങ്ങൾ? കൂട്ടുകാരനെ നിന്ദിക്കുക, ഭോഷത്വപരമായിട്ടുള്ള ചിന്താഗതികൾ, മാത്രമല്ല അഹന്ത, അത് തന്നെയുമല്ല മുഖപക്ഷം, അത് മാത്രമല്ല ശരി ചെയ്യാതിരിക്കുക, നന്മ ചെയ്യാതിരിക്കുക, ദൈവവചനത്തെ അനുസരിക്കാതിരിക്കുക, അനീതി, ഇതൊക്കെ പാപമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാപത്തിന്റെ ഉദാഹരണങ്ങളാണ്. 7 ഉദാഹരണങ്ങൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. വചനത്തിൽ എത്രമാത്രം അത് വ്യക്തമായി നമ്മോട് കാട്ടണമോ പറയണമോ അത് പറഞ്ഞു തരിക, ഉദാഹരണങ്ങൾ പറഞ്ഞു തരിക. ഇതൊക്കെയാണ് പാപങ്ങൾ, അല്ലെങ്കിൽ പാപ പ്രവൃത്തി. ഇവയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ആദ്യം ലക്ഷ്യം തെറ്റിയതുകൊണ്ട്. തന്നെയുമല്ല, നാം റോമാലേഖനത്തിലേക്ക് തന്നെ വരുമ്പോ റോമാലേഖനം 1:18 വാക്യത്തിൽ 2 വാക്കുകൾ ഈ പാപത്തിന് വിശദീകരണമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 അഭക്തി, 2 അനീതി. ആ വാക്യം ഒന്ന് വായിക്കാം. 1 അധ്യായം 18 വാക്യം നമ്മോട് വായിക്കുന്നത് ഇങ്ങനെയാണ്: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. നോക്കുക, അഭക്തിയും അനീതിയും പാപത്തെ വിശദീകരിക്കുവാനുള്ള 2 വാക്കുകളാണ്. വേറെയും വാക്കുകൾ ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അനുസരണക്കേട്, ലംഘനം, തുടങ്ങിയുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് പലയിടങ്ങളിൽ 5 അധ്യായത്തിലും ഒക്കെ കാണാൻ സാധിക്കുന്നു. അവയിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ 2 വാക്യങ്ങൾ മാത്രം ഒന്ന് നോക്കുക. അനീതിയും അഭക്തിയും. ഇതിന്റെ അർത്ഥം എന്താണ്? അഭക്തി ആദ്യം എടുക്കുക, അൺഗോട്ട്ലിനെസ്. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ നാം കാണുന്നത്, അൺഗോട്ട്ലിനെസ്. വേറൊരു വിശദീകരണം ആ വാക്കിന് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗോഡ്ലെസ്നെസ്. ഗോഡ്ലെസ്നെസ് എന്ന് വെച്ചാൽ ദൈവബോധമില്ലാത്ത അവസ്ഥ, ദൈവരാഹിത്യം. ഗോഡ്ലെസ്നെസ്, ദൈവമില്ല ചിന്താഗതി. അവരുടെ ചിന്തയിൽ ദൈവമില്ലാത്ത അവസ്ഥ. അതാണ് അവിടെ ആ അഭക്തി എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. ഗോഡ്ലെസ്നെസ്. അൺഗോഡ്ലിനെസ് എന്നതിനേക്കാളും ഗോഡ്ലെസ്നെസ്, ദൈവമില്ല. വാക്കിൽ ചിലപ്പം ഉണ്ടായിരിക്കും, ദൈവത്തെക്കുറിച്ചൊക്കെ പറയുമായിരിക്കും, പ്രവൃത്തിയിലില്ല. ദൈവമില്ലെന്നുള്ള ആ ചിന്തയിൽ, അങ്ങനെയുള്ള ചിന്തയാണ് അവർ പിടിച്ചിരിക്കുന്നതെന്നുള്ള ആ രീതിയിലുള്ള ജീവിതം, ദൈവഭയമില്ലാത്ത ജീവിതം, ദൈവബോധമില്ലാത്ത ജീവിതം. രണ്ടാമത് അനീതി.
ആദ്യത്തേത് ദൈവോന്മുഖമായിട്ടുള്ള പാപത്തെ കാണിക്കുന്നുവെങ്കിൽ രണ്ടാമത്തത് മനുഷ്യോന്മുഖമായിട്ടുള്ളത് അനീതി, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നീതിയില്ലാത്ത അവസ്ഥ. അപ്പോൾ ദൈവോന്മുഖമായിട്ടുള്ള പാപം, മനുഷ്യോന്മുഖമായിട്ടുള്ള പാപം, ഈ രണ്ട് കാര്യങ്ങൾ മറ്റു പല വാക്കുകൾ ഉൾക്കൊള്ളുന്നതിനെ എല്ലാം ഉള്ളടങ്ങിയിരിക്കുന്ന രണ്ട് വാക്കുകളാണ്. അതിൽ നാം കാണുന്നത് വാസ്തവത്തിൽ പാപത്തിന്റെ സ്വഭാവമാണ്. അത് ദൈവത്തിനെതിരായിട്ടുള്ളതാ, അത് മനുഷ്യനെതിരായിട്ടുള്ളതാ. അത് വിശദീകരിക്കാവുന്നതാണെങ്കിലും വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സമയവും കഴിയുന്നല്ലോ. മറ്റൊരു കാര്യം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം നാം ഓർത്തിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇത് പാപികൾ അറിഞ്ഞിരിക്കണം, ദൈവജനവും അറിഞ്ഞിരിക്കണം. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം. 1-ാം അധ്യായം 18-ാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. റോമർ 1:18 നാം കാണുന്നത് ഇങ്ങനെയാണ്: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ആ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവം പാപത്തിനെതിരെ കോപിഷ്ഠനാണ്. അവന്റെ ക്രോധം അതിനെതിരെ വെളിപ്പെട്ടു വരുന്നു. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, ദൈവം വിശുദ്ധനാണ്, വിശുദ്ധ കണ്ണുകളുള്ളവനാണ്, അവൻ പാപത്തെ കടാക്ഷിക്കുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ഇതോട് ചേർത്ത് പറയാവുന്ന വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ നാം വായിക്കുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അടുത്ത എന്താ നാം കാണുന്നത്? ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. നോക്ക, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ദൈവക്രോധം വരുമെന്നല്ല, പിന്നെ അവന്റെ മേൽ വസിക്കുക, അതിന്റെ തൊട്ട് മുകളിൽ വസിക്കുക. റോമാലേഖനത്തിൽ നാം കണ്ടത് വെളിപ്പെട്ടു വരുന്നു സ്വർഗത്തിൽ നിന്നും. അത് അവന്റെ മേൽ വീഴാത്തത് ദൈവകൃപയുടെ കരങ്ങൾ നിമിത്തം മാത്രമാ. ദൈവകൃപയുടെ കരങ്ങൾ തടയുന്നത് മാത്രമാ, അവന്റെ ദീർഘക്ഷമ നിമിത്തം മാത്രമാ. പാപിക്ക് മീതെ ദൈവത്തിന്റെ കോപം സ്ഥിതി ചെയ്യുന്നു. പറഞ്ഞതിന്റെ അർത്ഥം, ദൈവത്തിന് പാപത്തെ പൊറുക്കുവാൻ സാധ്യമല്ല. അവൻ അതിവിശുദ്ധനാണ്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവത്തിന്റെ വിശുദ്ധിയും പാപത്തോടുള്ള അവന്റെ മനോഭാവവും നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പാപി അതറിയണം. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവജനവും അതറിയണം. എങ്കിൽ മാത്രമേ പാപത്തെ ഒഴിഞ്ഞ് ഭക്തിയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ഇടവരികയുള്ളൂ. അതറിയാത്തത് കൊണ്ടാണ് തോന്നിയ വഴി ദൈവജനവും പോകാൻ ഇടവരുന്നത്. അത് വിശദീകരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനോഭാവം, പാപത്തോടുള്ള മനോഭാവം വിശദീകരിക്കുവാൻ മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഭാഗം 1 ശമൂവേൽ 5-6 അധ്യായങ്ങളാണ്. ആ 1 ശമൂവേൽ 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, പറഞ്ഞു മാത്രം പോവുകയാണ്. നിങ്ങളുടെ മുൻപ് ആ ബൈബിൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ഭാഗം തുറന്ന് ഒന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് വായിക്കുന്നത് നന്നായിരിക്കും. 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഫെലിസ്ത്യർ ഇസ്രായേലിയരുടെ മേൽ ആ ജയം കൊള്ളുന്നതും അതുപോലെ അവരുടെ പെട്ടകം പിടിച്ചുകൊണ്ട് പോകുന്നതും നാം കാണും. 5-ാം അധ്യായത്തിൽ ആ പെട്ടകം ഫെലിസ്തീയ പട്ടണങ്ങളിൽ ഓരോ ഇടത്തുമായിട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എവിടെയൊക്കെ കൊണ്ടുപോയോ അവിടെയൊക്കെയും അവരുടെ ദേവന്മാരുടെ മേലും ജനത്തിന്റെ മേലും ഒക്കെ ന്യായവിധി വരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഇല്ല, ഈ പെട്ടകം നമുക്ക് വേണ്ട, ഈ നിയമപെട്ടകം നമുക്ക് വേണ്ട, നാം ഇത് തിരിച്ചയക്കാം. അങ്ങനെ അവർ തിരിച്ചയക്കുവാനായിട്ട് പദ്ധതി ഇടുന്നു. 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അങ്ങനെ തിരിച്ചയക്കുന്നതാണ് നാം കാണുന്നത്. നിങ്ങൾ ആ ചരിത്രം ഓർക്കുന്നെന്ന് ഞാൻ വിചാരിക്കുക. എന്നിട്ട് 6-ാം അധ്യായം 18, 19 തുടങ്ങിയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോ ഈ പെട്ടകവും ചുമന്നുകൊണ്ടുള്ള വണ്ടി അത് ബേത്ത്ശെമേശിലെത്തി. അത് യഹൂദയോട് ചേർന്ന ഭാഗങ്ങൾ, ഇസ്രായേലിയ ദേശത്തിൽപ്പെട്ട ഭാഗമാണ്. ആ ബേത്ത്ശെമേശിൽ എത്തി. ബേത്ത്ശെമേശ്യർ രാവിലെ എഴുന്നേറ്റപ്പോ ഇതാ ആ വണ്ടിയും പെട്ടവും ഒക്കെ അവരുടെ
ആ പരിയത്ത് തന്നെ ഇരിക്കുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടിയാവാം അവർ ചെന്ന് അവരുടെ ജിജ്ഞാസ നിമിത്തം പെട്ടകം തുറന്നു. ആ പെട്ടകം തുറന്നു. എന്തുണ്ടായി? പെട്ടകം തുറന്നു. ദൈവം ദൈവക്രോധം അവരുടെ മേൽ വീണു. അതിന്റെ ഫലമായി എന്തുണ്ടായി? ബെത്ശമേശ്യരിൽ 50,070 പേർ മരിച്ചു. നോക്കുക, 50,070 പേർ. എവിടെയെങ്കിലും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോ 200 പേർ മരിച്ചു, 300 പേർ മരിച്ചു എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്തൊരാദ്യം, അയ്യോ അത്രയും പേർ മരിച്ചു എന്ന്. എന്നാൽ ഇവിടെ നോക്കുക, 50,070 പേർ ആ സമയം മരിച്ചു. ബെത്ശമേശ്യർ മിക്കവാറും പോയെന്ന് പറയാം. എന്താ കാരണം? വലിയ കാരണമൊന്നും അവിടെ കാണുന്നില്ല. അവർ അവരുടെ ജിജ്ഞാസ കൊണ്ട് അവരുടെ അടുക്ക വന്ന പെട്ടകം ഒന്ന് തുറന്നു, അത്ര മാത്രമേ ഉള്ളൂ. പെട്ടകം തുറക്കുന്ന ഇത്ര പാവമാണോ? ദൈവം എന്തുകൊണ്ടാണ് ക്രോധം അവിടെ ചൊരിയുവാനായിട്ട് ഇടയാകുന്നത്? അതിങ്ങനെ വിശദീകരിക്കട്ടെ. പെട്ടകത്തിനുള്ളിൽ എന്താണുള്ളത് നാം മനസ്സിലാക്കണം. എന്താണ് പെട്ടകത്തിലുള്ളത്? 3 കാര്യങ്ങളുണ്ട്. 1, അഹരോന്റെ തളിർത്ത വടി. 2, മന്ന ഇട്ടുവെച്ച പാത്രം. 3, 10 കൽപ്പനകൾ എഴുതിയ 2 കൽപ്പലകൾ. ഇത് നമുക്കറിയാവുന്നതാ. ഈ 3 എന്തിനെ കാണിക്കുന്നതാ? ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയിൽ വെച്ചുള്ള പ്രധാനപ്പെട്ട 3 പാപങ്ങളെ കാണിക്കുന്നതാ. അഹരോന്റെ തളിർത്ത വടി മത്സരത്തെ കാണിക്കുന്നതാ. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയമില്ലല്ലോ. നിങ്ങളത് പിന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അത് മത്സരത്തെ കാണിക്കുന്നതാ. ആ കൽപ്പലകൾ എന്തിനെ കാണിക്കുന്നു? അത് ദൈവം ആദ്യം കൊടുത്ത കൽപ്പനയല്ല, പിന്നുണ്ടാക്കിയതാ. അതിനെന്തു പറ്റി? ആദ്യത്തതിന് ജനത്തിന്റെ വിഗ്രഹാരാധന നിമിത്തം അത് പൊടിച്ച് അവരെ കൊണ്ട് മോശ കുടിപ്പിച്ചു. അപ്പോ ഈ വെച്ചിരിക്കുന്നത് എന്തിനെ ഓർപ്പിക്കുന്നു? ഇസ്രയേലിയരുടെ ആ വിഗ്രഹാരാധന. മത്സരം, വിഗ്രഹാരാധന. പിന്നെ ഉള്ളത് മന്ന ഇട്ടുവെക്കുന്ന പാത്രമാണ്. മന്ന അതെന്തിനെ ഓർപ്പിക്കുന്നു? ഇസ്രയേലിയരുടെ മത്സരം. ഞങ്ങൾക്കൊന്നും ഭക്ഷിപ്പാനില്ല. അങ്ങനെ ദൈവം കൊടുത്തതാണ് ആ ആഹാരം, മന്ന. അപ്പോൾ മത്സരത്തെയാണത്. മത്സരമല്ല, അവരുടെ മർമറി, അവരുടെ പിറുപിറുപ്പ്. ഈ 3 കാര്യങ്ങളാണ് ഈ 3 വസ്തുക്കൾ ഓർപ്പിക്കുന്നത്. 1, മത്സരം. അഹരോന്റെ ആ തളിർത്തവടി മത്സരത്തെ ഓർപ്പിക്കുന്നതാ. ആ മന്ന ഇട്ട് വെച്ച പാത്രം പിറുപിറുപ്പിനെ ഓർപ്പിക്കുന്നതാ. പിന്നെ നാം കണ്ടത് ആ കൽപ്പലകൾ, അത് വിഗ്രഹാരാധനയെ ഓർപ്പിക്കുന്നതാ. അല്ലെങ്കിൽ ഇസ്രയേലിയരുടെ ഏറ്റവും ഹീനമായ 3 പാപങ്ങളെ അത് ഓർപ്പിക്കുന്നതാ. എന്നാൽ നാം ഒന്ന് ഓർക്കേണ്ടത്, ആ പെട്ടകത്തിന് മീതെ കൃപാസനമുണ്ട്. കൃപാസനമാണ് അതിന്റെ മൂടി. അത് മൂടിയിരിക്കുമ്പോൾ ഈ 3 കാണുന്നില്ല, അതിനുള്ളില. മാത്രമല്ല, ആ കൂടാരവും ആ മന്ദിരവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മഹാപുരോഹിതന്റെ ഉള്ളിൽ വർഷത്തിൽ ഒരിക്കൽ പ്രവേശിച്ച് അതിന്റെ മീതെ രക്തം തളിക്കുമായിരുന്നു. പാപങ്ങൾ മറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ബെത്ശമേശ്യർ ചെയ്തത് ആ കൃപാസനം നീക്കുകയായിരുന്നു. കൃപാസനം നീക്കിയാൽ എന്തുണ്ടാകും? ദൈവത്തിന് കോപം. പാപം പ്രത്യക്ഷമാകുന്നിടത്ത് സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്നു. അതാണ് ബെത്ശമേശ്യർ അത്രയും പേർ മരിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ദൈവം പാപങ്ങളെ പൊറുക്കുന്നവനല്ല. പാപിയെ സ്നേഹിക്കുന്നു, ശരിയാ. പാപത്തെ പൊറുക്കുന്നവനല്ല. ദൈവം വിശുദ്ധനാണ്. ദൈവം പാപത്തോട് കോംപ്രമൈസ് ചെയ്യുകയില്ല, സാരമില്ലെന്ന് വിചാരിക്കുകയില്ല. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവജനം ഇത് ഓർത്തിരിക്കണം, അതുപോലെ പാപികളും ഇത് ഓർത്തിരിക്കണം. ദൈവത്തിന്റെ മനോഭാവം, പാപത്തോടുള്ള മനോഭാവം. എന്നാൽ മനോഹരമായിട്ടുള്ള കാര്യം നാം ഓർക്കേണ്ടത്, ഇങ്ങനെ ഞാൻ വിശദീകരിച്ചത് മനുഷ്യൻ എങ്ങനെ ഉന്നം പിഴച്ചു എന്നുള്ള കാര്യമാണ്, തേജസ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഞാൻ വിശദീകരിച്ചത്. ഇങ്ങനെ തേജസ്സിൽ നിന്നും അന്യം പോയ ജനത്തിൽ നിന്നും ഒരു കൂട്ടത്തെ ദൈവം വീണ്ടും തേജസ്സിലേക്ക് നയിക്കുക. എന്താ എബ്രായ ലേഖനം 2:10 നാം കാണുന്നത്? അവൻ അനേകം പുത്രന്മാരെ എവിടേക്ക് നയിക്കുന്നു? തേജസ്സിലേക്ക്. എവിടെ നിന്നും ലക്ഷ്യം തെറ്റി അവിടേക്ക് കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുവരികയാണ്. അതാണ് വീണ്ടെടുപ്പിന്റെ ചരിത്രം. അതാണ് രക്ഷയുടെ ചരിത്രം എന്ന് പറയുന്നത്. ദൈവകൃപയാൽ അതിന്റെ ഭാഗമായി തീരുവാൻ നമുക്കിടയായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം ഏതാണ്ട് കഴിയുന്നല്ലോ.
ഞാനിവിടെ നിർത്തട്ടെ. നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? നാം പ്രാരംഭത്തിൽ കണ്ടത് ഈ 3 അധ്യായങ്ങളുടെ, അല്ലെങ്കിൽ 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ 3-ാം അധ്യായം 20-ാം വാക്യം വരെയുള്ള ആ ഭാഗത്തിന്റെ ആ ആ, ഒരു ഒരു രത്നച്ചുരുക്കം നാം കാണുകയുണ്ടായി. ആ ഭാഗം എങ്ങനെ പൗലോസ് ഉപസംഹരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. മനുഷ്യന്റെ പാപാവസ്ഥ ആ ഭാഗത്ത് വളരെ വ്യക്തമാക്കുകയാണ്. സർവരും പാപികൾ, അത് തന്നെയുമല്ല മുഴുവനും പാപാവസ്ഥ, യൂണിവേഴ്സാലിറ്റി ആൻഡ് ടോട്ടാലിറ്റി, അല്ലെങ്കിൽ സാർവലൗകികതയും സമ്പൂർണതയും. അതെങ്ങനെയൊക്കെ എന്നുള്ള കാര്യമൊക്കെ നാം ചുരുക്കമായിട്ട് കാണുകയുണ്ടായി. പാപത്തിനുള്ള ഉദാഹരണങ്ങൾ നാം ഓർക്കുകയുണ്ടായി. പാപത്തിന്റെ സ്വഭാവം നാം കാണുകയുണ്ടായി. പിന്നെ പ്രധാനമായ ഒടുവിൽ നാം കണ്ടത് പാപത്തോടുള്ള ദൈവത്തിന്റെ ക്രോധം, കോപം, മനോഭാവം. പാപം വരുന്നിടത്ത്, വെളിവാകുന്നിടത്ത് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. അതിന്റെ ഉദാഹരണവും നാം കാണുകയുണ്ടായി. അതെ, വിശുദ്ധനായ ദൈവത്തിന്റെ ആ വിശുദ്ധിയെ നമുക്ക് എപ്പോഴും ഓർക്കാം. അതിനനുസാരമായിട്ടുള്ള ജീവിതം നമുക്ക് കാഴ്ചവെക്കാം. എന്നാൽ അങ്ങനെ ഉന്നംപഴിച്ചു പോയ ദൈവത്തെ ഇല്ലാത്തവരായി ജനം തീർന്നുവെങ്കിൽ, സകലരും തീർന്നുവെങ്കിൽ, അതിൽ നിന്ന് ഒരു കൂട്ടത്തെ ദൈവം തേജസ്സിലേക്ക് നയിക്കുകയാണ്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നു. അതിലൊരു ഭാഗമാകുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ആ കൃപയെ ഓർക്കാം. ആ തേജസ്സിൽ നമുക്ക് വർദ്ധിച്ചു വരാം. അതേക്കുറിച്ചൊക്കെ നാം കർത്താവ് അനുവദിച്ചാൽ കൂടുതൽ വിശദമായിട്ട് പിന്നീട് കാണും. ഈ കാര്യങ്ങൾ, നാം ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ, പാപത്തെക്കുറിച്ചും ലോകത്തിന്റെ പാപാവസ്ഥയും ദൈവത്തിന്റെ മനോഭാവവും ഒക്കെ നമുക്ക് ചിന്തിക്കുവാനും, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി ഏതൊക്കെ കാര്യങ്ങൾ വരുത്തണം അത് ഓർത്ത് വേണ്ട വ്യത്യാസങ്ങൾ വരുത്തുവാനും ഇടവരട്ടെ. വിശുദ്ധിയെ സ്നേഹിക്കാം, പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കാം. അതിന് കേട്ട കാര്യങ്ങളൊക്കെയും നമുക്ക് മുഖാന്തരമായി തീരട്ടെ, പ്രോത്സാഹനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.